ഇനി നോക്കാം ടെക് ലോകത്തെ വാർത്തകൾ. ടെലിവിഷൻ റേറ്റിംഗിൽ മാനദണ്ഡങ്ങളിൽ സുപ്രധാന മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാർ. ലാൻഡിംഗ് പേജ് സ്വന്തമാക്കി ചാനലിലെ വ്യൂവർഷിപ്പ് കൂട്ടുന്നത് TRP റേറ്റിംഗിൽ ഉൾപ്പെടുത്തില്ലെന്നും കേന്ദ്രം. ടെലിവിഷൻ റേറ്റിംഗ് പരിഷ്കരണം സംബന്ധിച്ച് പുതുക്കിയ കരട് വ്യവസ്ഥകൾ സർക്കാർ പുറത്തിറക്കി. ലാൻഡിംഗ് പേജ് സ്വന്തമാക്കി ചാനൽ നേടുന്ന വ്യൂവർഷിപ്പ് റേറ്റിംഗ് ആയി കണക്കാക്കില്ല എന്നതുൾപ്പെടെയുള്ള സുപ്രധാന പരിഷ്കരണങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത്. ലാൻഡിംഗ് പേജിനെ പരസ്യങ്ങൾക്കായും മാർക്കറ്റിംഗിനായും ഉപയോഗിക്കാം, എന്നാൽ റേറ്റിംഗ് കൂട്ടാൻ ഉപയോഗിക്കേണ്ടെന്നാണ് മന്ത്രാലയത്തിന്റെ നിലപാട്. ബാർക്ക് ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ ഉൾപ്പെടെ റേറ്റിംഗ് അളക്കുന്ന സംവിധാനങ്ങൾക്കാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നിർദ്ദേശം ബാധകമാകുക. ടെലിവിഷനും സെറ്റ് ടോപ്പ് ബോക്സും ഓൺ ചെയ്യുമ്പോൾ ചാനൽ നമ്പരൊന്നും പ്രസ് ചെയ്യാതെ ആദ്യം വരുന്ന പേജാണ് ലാൻഡിംഗ് പേജ്. TV ഓൺ ചെയ്യുമ്പോൾ ആദ്യം ചാനൽ വരുന്നതിന് കൂടുതൽ പണം നൽകി ലാൻഡിംഗ് പേജ് സ്വന്തമാക്കുന്ന ചാനലുകളുമുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രണ്ടാം തലമുറ കിയ സെൽറ്റോസ് ഇന്ത്യയിൽ അവതരിപ്പിച്ചു. പുത്തൻ ഡിസൈനും നിരവധി പ്രീമിയം സവിശേഷതകളുമായാണ് പുതിയ കിയ എത്തുന്നത്. ഒട്ടേറെ പ്രത്യേകതകളോടെയാണ് രണ്ടാം തലമുറ കിയ സെൽറ്റോസ് എത്തുന്നത്. പൂർണ്ണമായും പുതിയ ഡിസൈൻ, നിരവധി പ്രീമിയം സവിശേഷതകൾ, സാങ്കേതിക മെച്ചപ്പെടുത്തലുകൾ എന്നിവ ഉൾപ്പെടുന്നു. മുൻ എഞ്ചിൻ ഓപ്ഷനുകൾ നിലനിർത്തുന്നു. മുൻ തലമുറയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പുതിയ മോഡലിന് നീളവും വീതിയും കൂടുതലാണ്. പുതിയ ടെല്ലുറൈഡ് SUVയിൽ നിന്നാണ് പുതുതലമുറ സെൽറ്റോസിന്റെ ഡിസൈൻ പ്രചോദനം ഉൾക്കൊണ്ടിരിക്കുന്നത്. ഐസ് ക്യൂബ് LED പ്രൊജക്ഷൻ ഹെഡ്ലാമ്പുകൾ, സ്റ്റാർ മാപ്പ് LED DRL, കോൺട്രാസ്റ്റിംഗ് ബ്ലാക്ക് ക്ലാഡിംഗുള്ള പുതിയ ബമ്പർ, മുൻവശത്ത് ദീർഘചതുരാകൃതിയിലുള്ള ബോഡി കളർ ആക്സന്റുകളുള്ള LED ഫോഗ് ലാമ്പ് അസംബ്ലി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പുതിയ സെൽറ്റോസിന്റെ സ്റ്റാൻഡേർഡ് സുരക്ഷാ കിറ്റിൽ 6 എയർ ബാഗുകൾ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഓൾ വീൽ ഡിസ്ക് ബ്രേക്കുകൾ, ഡൈനാമിക് മാർഗനിർദ്ദേശങ്ങളുള്ള ഒരു റിയർ വ്യൂ ക്യാമറ തുടങ്ങിയവയും ഉൾപ്പെടുന്നു. താൽപ്പര്യമുള്ളവർക്ക് കിയയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ ഏതെങ്കിലും അംഗീകൃത കിയ ഡീലർഷിപ്പിൽ നിന്നോ SUV ഓൺലൈനായി മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ജനുവരി 2 വില പ്രഖ്യാപനത്തോടെ പുതിയ കിയ സെൽറ്റോസ് വിൽപ്പനയ്ക്കെത്തും. ഡെലിവറികൾ 2026 ജനുവരി പകുതി മുതൽ ആരംഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്മാർട്ട് ഫോൺ ആരാധകർക്ക് സന്തോഷ വാർത്ത. സാംസങ് ഗാലക്സി A57 5G പ്രതീക്ഷിച്ചാലും നേരത്തെ ഇന്ത്യൻ വിപണിയിലെത്തും. സാംസങ് തങ്ങളുടെ വാർഷിക ഗാലക്സി അൺപാക്ഡ് 2026 ഇവന്റിന് മുമ്പ് തന്നെ ഗാലക്സി A57 5G സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ പുറത്തിറക്കിയേക്കും. ഗാലക്സി A സീരീസിലേക്ക് കൂടുതൽ മോഡലുകൾ കൂട്ടിച്ചേർക്കാനുള്ള സാംസങ്ങിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണിത്. ഗാലക്സി A07 5G, ഗാലക്സി A37 5G, ഗാലക്സി A57 5G എന്നിവയെല്ലാം വിപണിയിലെത്തും. പ്രീമിയം ഫോണുകൾ എത്തുന്നതിന് മുമ്പ് ബജറ്റ് സൗഹൃദ മോഡലുകൾ വിപണിയിലെത്തിക്കാനാണ് ശ്രമം. സാംസങ് ഗാലക്സി A07 5G സ്മാർട്ട് ഫോൺ 2025 ഡിസംബറിന്റെ അവസാനത്തോടെയോ അല്ലെങ്കിൽ 2026 ജനുവരിയുടെ തുടക്കത്തിലോ കമ്പനി വിപണിയിൽ അവതരിപ്പിച്ചേക്കും. 2025 ഒക്ടോബറിൽ പുറത്തിറങ്ങിയ ഗാലക്സി A07 4Gയുടെ പിൻഗാമി എന്ന നിലയിലാണ് ഗാലക്സി A07 5G മോഡൽ എത്തുന്നത്. ഗാലക്സി A57 5G മോഡലിൽ കൂടുതൽ കരുത്തുള്ള Exynos 1618 പ്രോസസറാണ് ഉണ്ടാകുക എന്നും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.